സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ റിനി ആൻഡ് ജോർജിനെ കൂകി വിളിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആരാണ് റിനി ആൻഡ് ജോർജ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയ നടിയാണ്. അതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത് വരികയും ചെയ്തത്. അതിന് പൂർണ്ണ പിന്തുണ നൽകിയത് വി.ഡി. സതീശനായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ വി.ഡി. സതീശനായിരുന്നു. വി.ഡി. സതീശൻ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് എന്നാണ് റിനി ആൻഡ് ജോർജ് വി.ഡി. സതീശനെ കുറിച്ച് അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ റിനി ആൻഡ് ജോർജ് എത്തുകയും ചെയ്തത്. അത് കോൺഗ്രസ് പ്രവർത്തകരെ വല്ലാതെ വിറളി പിടിപ്പിച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. റിനി ആൻഡ് ജോർജിൻ്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് തുടങ്ങിയത്. അതേ തുടർന്നാണ് കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരികയും ഒക്കെ ചെയ്തത്. അവിടെ ആരംഭിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പതനം. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവത്തിലുള്ളവർ തന്നെ ആയിരിക്കണം കോൺഗ്രസ് പ്രവർത്തകർ. അവർക്കത് വലിയ തെറ്റായി തോന്നാത്തതും അതുകൊണ്ടാകാം. പക്ഷേ റിനി ആൻഡ് ജോർജ് അടങ്ങിയിരുന്നില്ല. അവരിതാ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. രൂക്ഷ വിമർശനമാണ് തന്നെ കൂകി വിളിച്ചവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയോടൊപ്പം നിൽക്കുന്ന ചിത്രവും കൂടി പങ്കുവെച്ചാണ് റിനി ആൻഡ് ജോർജ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: മെയ് 18, 2026. എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു സുദിനം. ഞാൻ MLA എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വ്യക്തി കേരളത്തിൻ്റെ CM ആയ ദിവസം. എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം. വേദിയിൽ നിന്ന് തന്നെ ആ ചരിത്ര മുഹൂർത്തം കൺകുളിർക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം. ഒരുപാട് ദേശീയ നേതാക്കളെ അടുത്തു കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ടു കണ്ണുകടി ഉണ്ടായ ചില കുലം കുത്തികൾ ഓരിയിട്ടു. അതിനെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു. അവർ കോൺഗ്രസ്സുകാർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസ്സുകാർ അത്രയും സ്നേഹവായ്പോടെയാണ് എന്നോട് പെരുമാറിയത്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസ്സുകാർ ആട്ടി ഓടിച്ചു എന്ന് പറയുന്നവർക്കായി ചടങ്ങിൽ സന്നിഹിതൻ ആയിരുന്ന തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള എൻ്റെ ചിത്രം പങ്കുവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. 2 ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചിട്ടുണ്ട്. അതിലൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ രേവന്ത് റെഡ്ഡിയോടൊപ്പമുള്ള ഫോട്ടോയാണ്. മറ്റൊന്ന് വേദിയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയും. ഈ 2 ഫോട്ടോയും കൂടി പങ്കുവെച്ചാണ് റിനി ആൻഡ് ജോർജ് കോൺഗ്രസ്സുകാർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മറുപടി റിനി ആൻഡ് ജോർജ് ഇടേണ്ടി വരുന്നത്? നാം കണ്ടതാണ് ആ ദൃശ്യങ്ങൾ. എത്ര ക്രൂരമായാണ് റിനി ആൻഡ് ജോർജിനോട് കോൺഗ്രസ് പ്രവർത്തകർ പെരുമാറിയത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ അത്? അല്ല എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നോട് സ്നേഹവായ്പോടു കൂടിയാണ് പെരുമാറിയത്. ഇവർ കൂകി വിളിച്ചവർ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരല്ല എന്ന്. പിന്നെ ആരാണ് അവിടെ കൂടിയത്? DYFI പ്രവർത്തകരാണോ? സംഘപരിവാർ പ്രവർത്തകരാണോ? ഒന്നുമല്ല. കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരാണ്. അവരാണ് റിനി ആൻഡ് ജോർജിനെ കൂകി വിളിച്ചത്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വീരോചിത സ്വീകരണമാണ് കൊടുത്തത് കോൺഗ്രസ് പ്രവർത്തകർ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും കുശലം പറയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നാം കണ്ടതാണ് ദൃശ്യങ്ങളിൽ. അങ്ങനെയുള്ള ഒരു ദൃശ്യം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന ഒരു പെൺകുട്ടിയെ അവിടെ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ കൂകി വിളിക്കുന്നത് എന്നോർക്കണം. ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം, ഇതാണ് കോൺഗ്രസ് രീതിയെന്ന് പലവട്ടം കേരളത്തിന് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ സ്വഭാവം മാറ്റാൻ തയ്യാറല്ല. കാരണം അത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ.